മറ്റേ പ്രളയമുണ്ടായപ്പോൾ ഉണ്ടായ പോലുള്ള അന്തം വിട്ട് നിൽക്കുകയാണ് ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം ഈ രീതിയിലുള്ളൊരു താപമേറൽ പ്രതീക്ഷിച്ചതേ ഇല്ല. പല കാരണങ്ങളാണ് ഇതിനുള്ളത്. അത് നമ്മുടെ ആഗോള വ്യാപകമായിട്ടുള്ള കാലാവസ്ഥ മാറ്റത്തിന്റെ കാരണമുണ്ട്. അത് മാത്രവുമല്ല, ഇക്കുറി നമ്മൾ കണ്ടുവന്നാൽ എൽനിനോ എന്ന് പറയുന്ന പസഫിക്കിലെ പെറുവിന്റെ തീരത്തുള്ള താപമേറുന്ന പ്രതിഭാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കുറഞ്ഞു. അത് ഉണ്ടായ സമയത്താണ് നമുക്ക് അതിശക്തമായ താപം ഇവിടെ അനുഭവപ്പെട്ടത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നല്ല താപം, മാർച്ച് മാസങ്ങളിലൊക്കെ നല്ല താപം നമുക്ക് അനുഭവപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൽനിനോയുടെ ആ പ്രഭാവം കഴിഞ്ഞതായിട്ട് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ പ്രഖ്യാപിക്കുകയും ഇപ്പൊ ന്യൂട്രൽ കണ്ടീഷനിലാണ്. അതായത് പസഫിക്കിന്റെ താപനില ഏകദേശം ന്യൂട്രൽ കണ്ടീഷനിലാണ്. അത് ലാനിന എന്ന് പറയുന്ന താപം കുറയുന്ന പ്രതിഭാസത്തിലേക്ക് കടക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല മഴ ലഭിച്ചേക്കാം എന്നുള്ളൊരു ആശയമുണ്ട് ആ സമയത്ത്. കാരണം ഇന്തോനേഷ്യയുടെ ഭാഗത്ത് താപം കൂടേണ്ടതായിട്ടുണ്ട് പസഫിക്കിന്റെ. അത് മാത്രവുമല്ല, ഇന്ത്യൻ ഓഷ്യന്റെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് ആഫ്രിക്കയുടെ അടുത്തുള്ള ഭാഗത്തിന്റെ താപമേറുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയും. അത് പോസിറ്റീവ് കണ്ടീഷൻ, ഇപ്പൊ ചെറുതായിട്ട് പോസിറ്റീവാണ്, കുറെ കൂടി പോസിറ്റീവായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോഴത്തേക്കും ഇവിടുത്തെ ഈ വേനൽക്കാലത്തിന്റെ പ്രഭാവം കഴിയാറാകും. ഇപ്പൊ ഈ കാലയളവിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം വേനൽ മഴയിലുള്ള കുറവാണ്. 63% കുറവാണ് കേരളമെമ്പാടും വേനൽ മഴയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ തുടങ്ങിയ ഇടങ്ങളിൽ വേനൽ മഴ വളരെ വളരെ കുറവായിരുന്നു. ചിലയിടങ്ങളിൽ ഇടുക്കിയിലും കുറവായിരുന്നു. അവിടെയൊക്കെ 80-85%, ചിലയിടങ്ങളിൽ 93% വരെ വേനൽ മഴയിൽ ഇതുവരെ കുറവുണ്ടായിട്ടുണ്ട്. അതായത് മാർച്ച് 1 മുതൽ ഇങ്ങോട്ടുള്ള വേനൽ മഴയിൽ ഇത്രത്തോളം കുറവുണ്ടായിട്ടുണ്ട്. ഈ വേനൽ മഴയിലെ കുറവ് തീർച്ചയായിട്ടും ഇതൊരു ചൂടെന്ന് പറയുന്നത് ക്യുമുലേറ്റീവായിട്ട് വരുന്നതാണ്. കാരണം രാത്രികാലത്തും ചൂടുണ്ടാവും, അത് അടുത്ത ദിവസവും അതുപോലെ തന്നെ നിൽക്കുക. അങ്ങനെ ആ ക്യുമുലേറ്റീവായിട്ട് വന്നിട്ടാണ് ഈ ഇത്രയും താപം കൂടാനായിട്ട് കാരണമായിട്ട് വന്നത്. ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് മഴ ലഭിച്ചത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ. മറ്റൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അറബിക്കടലിന്റെ താപനില 31 ഡിഗ്രി ആയിട്ട് തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 29-30 ഡിഗ്രി ഒക്കെ ആയിരുന്നു, 29 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ ഏകദേശം 31 ഡിഗ്രി ആയിട്ട് കേരളത്തിന്റെ അടുത്തുള്ള ഏകദേശം അനേകം കിലോമീറ്റർ ദൂരത്തുള്ള ഒരു 10-25 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ദൂരത്തേക്കുള്ള തീരക്കടലിന്റെ താപം എന്ന് പറയുന്നത് 31 ഡിഗ്രിയാണ്. അപ്പോൾ കരയും ഏകദേശം അതേ സമാനമായ രീതിയിൽ ചൂടായി കിടക്കുകയാണ്. രാത്രിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 30-31 ഡിഗ്രിയാണ് കോസ്റ്റൽ ഏരിയയിലെ താപനില. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വായുവിന്റെ കൈമാറ്റം നടക്കുന്നില്ല. അതായത് കടലിൽ നിന്നും കരയിലേക്കും കരയിൽ നിന്നും കടലിലേക്കുള്ള താപത്തിന്റെ കൈമാറ്റം നടക്കുന്നത് വായുവിലൂടെയാണ്. ആ വായുവിന്റെ ചംക്രമണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് താപം ഇവിടെ തന്നെ തുടരാനിടയാകുകയാണ്. ഈ ലാൻഡ് മാസിൽ തന്നെ, കേരളത്തിൽ തന്നെ തുടരാനിടയാക്കുകയാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് പാലക്കാട് ഗ്യാപ്പിലൂടെയും നമ്മുടെ ആര്യങ്കാവിന് സമീപമുള്ള പശ്ചിമഘട്ടത്തിന്റെ ഗ്യാപ്പിലൂടെയും ചൂടേറിയ വായു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൊല്ലത്ത് ചൂട് കൂടാൻ കാരണം. പാലക്കാടും തൃശ്ശൂരും ചൂട് കൂടാൻ, അതിന്റെ അനുബന്ധ പ്രദേശങ്ങളിലും ചൂട് കൂടാൻ കാരണം പാലക്കാട് ഗ്യാപ്പിൽ നിന്നുള്ള താപമേറിയ വായുവിന്റെ വരവാണ്. അപ്പൊ അത് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാലക്കാട് എപ്പോഴും ചൂട് കൂടിയ ഒരു പ്രദേശമാണ്. ഇപ്പൊ തൃശ്ശൂരും അതിന്റെ പ്രഭാവം കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പൊ 40 ഡിഗ്രി കടക്കുന്ന ഒരു സ്ഥിതി തൃശ്ശൂരിലും അതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും കാണുന്നുണ്ട്. അത് കേരളത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അതായത് തൃശ്ശൂരിൽ മാത്രം തങ്ങി നിൽക്കുകയല്ല, ഇപ്പോൾ അപ്പുറത്തേക്ക് മലപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ഈവൻ എറണാകുളത്തിന്റെ പുറം ഭാഗങ്ങളിലൊക്കെ അതിന്റെ താപവും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു വർധനമാണ് പൊതുവെ ഒരു കേരളത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അർബനൈസേഷന്റെ കാര്യം, ഭയങ്കരമായ വികസനമാണ്. എല്ലായിടത്തും കോൺക്രീറ്റായി. അത് മാത്രമല്ല വലിയ വലിയ ടാർ റോഡുകളായി, തണൽ മരങ്ങളില്ലാതായി, മലനിരകളിൽ പോലും വൃക്ഷങ്ങളില്ല, വനമേഖലകളിൽ വൃക്ഷങ്ങൾ കുറഞ്ഞു. ഒരു കാര്യം പറയാനുള്ളത്, ഇടുക്കി ഭാഗത്ത് നിന്ന് ഇപ്പോൾ താപമേറിയ വായു കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ എന്തുകൊണ്ട് ചൂട് കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവ് ഇതാണ്. കാരണം ഇടുക്കി ഭാഗത്ത് നിന്ന് സിരാജകുമാർ കാമത്ത്, ഞാൻ ചോദിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് ഇത് അവസാനിക്കാൻ പോവുക എന്നുള്ളതാണ്. ഈ ഉഷ്ണതരംഗം പോലെ ഇപ്പൊ തന്നെ മുന്നറിയിപ്പുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗം, അതിതാപം എപ്പോൾ അവസാനിക്കും, മഴ എപ്പോൾ പെയ്യും എന്നാണ്. ഇപ്പോൾ ഒന്നാമത് വേനൽ മഴ വല്ലാതെ കുറഞ്ഞു. ഇതിന് മുൻപുള്ള വർഷങ്ങൾ എടുത്തു നോക്കിയാലും കാലവർഷം വൈകി വരുന്നത്, ദുർബലമാകുന്നത്, വേണ്ടത്ര മഴ കിട്ടാത്തതാണ് നമ്മുടെ അനുഭവം. സത്യത്തിൽ ചൂടിൻ്റെ കാലം കൂടുന്നു, താപത്തിൻ്റെ കാലം കൂടുന്നു, മഴയുടെ കാലം കുറയുന്നു. അതാണോ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം? ഇത്തവണയും നമ്മൾ മഴ വരുമെന്ന് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമോ?
ഇപ്പോ 1 ഡിഗ്രി 2 ഡിഗ്രി കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഉഷ്ണത്തിന്റെ സ്വാധീനം കുറയുന്നില്ല. കാരണം സാധാരണ നമ്മൾ അനുഭവിക്കുന്ന 35-36 ഡിഗ്രിയുടെ 6-7 യൂണിറ്റ്സ് കൂടുതലാണ് അനുഭവിക്കുന്ന താപം. അതായത് 30 ഡിഗ്രി കോസ്റ്റൽ ടൗണിൽ രേഖപ്പെടുത്തിയാൽ രാത്രി 12 മണിക്ക് നമ്മൾ അനുഭവിക്കുന്ന താപം, ഇപ്പൊ മറൈൻ ഡ്രൈവിൽ എറണാകുളത്ത് നിൽക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന താപം എന്ന് പറയുന്നത് 36-37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നം കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊരു എക്സ്ട്രീം കണ്ടീഷനാണ്. മഴ ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയോളം കാത്തിരിക്കേണ്ടി വരും. നല്ലൊരു മാറ്റം ഉണ്ടാകണം. ഇടയ്ക്ക് മഴ പെയ്യും. ഇപ്പൊ 5-6 മഴ പെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെറിയ രീതിയിൽ. അതിപ്പോ സൗത്ത് ചൈന സീയിൽ ചെറിയൊരു കാലാവസ്ഥ മാറ്റം, ഒരു വെതർ ഫിനോമിനൻ ഉണ്ടായതുകൊണ്ട് 2 മഴ നമുക്ക് ലഭിച്ചേക്കാം കേരളത്തിന്റെ ഭാഗത്ത്. അതൊരു വലിയൊരു മഴയൊന്നും ആയിരിക്കത്തില്ല. പിന്നെ മഴയുടെ കാര്യം, ഈ വരുന്ന മഴയുടെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോ, അതായത് നമുക്ക് ഇപ്പൊ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരു സൂചന നൽകുകയാണ്. ചിലപ്പോൾ അറബിക്കടലിന്റെ പ്രദേശത്ത്, കേന്ദ്രഭാഗത്ത്, അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് അടുപ്പിച്ചുള്ള ഭാഗത്ത് ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് ഇപ്പൊ ഈ പെട്ടെന്നുള്ള കടൽക്ഷോഭത്തിനും ഒക്കെ കാരണമായിട്ട് വരുന്നത്. അവിടുന്ന് വായു ഇങ്ങോട്ട് വരുന്നില്ല, അവിടെ തന്നെ ന്യൂനമർദ്ദം തുടരുകയാണ്. കാരണം കേരളത്തിൽ നിന്ന്, ലാൻഡ് മാസിൽ നിന്നും താപമേറിയ വായു അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ആ കാലാവസ്ഥ മുഖത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ തുടർന്നിട്ട് അവിടെ തീവ്രമായ കാലാവസ്ഥ പ്രതിഭാസത്തിന് കാരണമാകുകയും അങ്ങനെയാണ് ഈ കടൽക്ഷോഭം ഈ ഇടയ്ക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചത്, ഇടയ്ക്ക് നമ്മൾ അനുഭവിച്ചത്. മഴയുടെ കാര്യം വരികയാണെങ്കിൽ, ലാനിന കണ്ടീഷൻ ഭാഗ്യത്തിന് വരികയാണെങ്കിൽ നമുക്ക് നല്ല മഴ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോ ഈ താപം കൊണ്ട് ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൊക്കെ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ആ വിള്ളലുകളൊക്കെ വെള്ളം കയറും. അപ്പൊ ഉരുൾപൊട്ടലിന് വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജൂലൈ-ഓഗസ്റ്റ് മാസങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ചെറിയ മഴയൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം പെയ്യുന്നത് കുത്തിയൊലിച്ച് പെയ്യുന്ന മഴയായിരിക്കും പെയ്യുന്നത്, കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ. അപ്പൊ അതിന് ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാകേണ്ടതുണ്ട്. അതിനൊരു ഘടകം കൂടി ഉണ്ട്, ഞാൻ പറയാം. സദേൺ ഹെമിസ്ഫിയറിൽ, അതെ, ദക്ഷിണ ധ്രുവത്തിൽ ശൈത്യം തുടങ്ങണം. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. പക്ഷെ അതിന്റെ തീവ്രത വർദ്ധിച്ചാൽ മാത്രമേ അവിടുന്ന് ശൈത്യമുള്ള വായു കറങ്ങി ആഫ്രിക്കയുടെ തീരത്തുകൂടി അറബിക്കടലിന്റെ മുകളിലൂടെ ആ ഈർപ്പവും വഹിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ. അതിന് തുടക്കമാകണം. അതിപ്പോ കുറച്ച് സമയം, കുറച്ച് 2-3 ആഴ്ച കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇൻവേർഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ തണുത്ത വായു എത്തി തുടങ്ങും. 2-3 ആഴ്ച കൂടി കഴിയുമ്പോൾ മഴയെ പ്രതീക്ഷിക്കാം എന്നതാണ് ഞാൻ